പ്രശാന്തേ, യെസ്. ഞാൻ അടുത്ത ചോദ്യത്തിന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്? കാരണം സാധാരണ നമ്മളിപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് രാത്രി വരുമ്പോഴത്തേക്ക് ഈ എന്താണ് നല്ല വിശാലമായിട്ടുള്ള നെൽപ്പാടമൊക്കെ കാണും. രാത്രി 12 മണി 1 മണിയൊക്കെ ആകും. അപ്പോൾ എനിക്ക് സുഖമായിട്ട് അവിടെ വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ എന്താണ് ആകാശവും പ്രകൃതി ആ കുളിർകാറ്റും ഒക്കെ കൊണ്ടിട്ട് ഒന്ന് മൂത്രം ഒഴിക്കാന്ന് പറയുന്ന ഒരു സുഖമുള്ള കാര്യം. പക്ഷേ ഒരാള് വളരെ പേടിച്ച് വൈറ്റിലെ ജംഗ്ഷനില് ഇങ്ങനെ മുള്ളിയെന്ന് കേട്ട് സത്യമാണോ? ഇതാര് പറഞ്ഞു? അച്ചായൻ പറഞ്ഞു കാണുമല്ലേ? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒരിക്കൽ വൈറ്റിലെ ജംഗ്ഷൻ വെച്ചോണ്ടൊരു അനുഭവമാണ്. അത് റിയലി നടന്നതാണ്. ഒട്ടും വെള്ളം ചേർക്കാണ്ട് പറയാം. ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാവക്കാട് നിന്ന് വരുവാ. ഒരു ലേറ്റ് നൈറ്റ് ആയി, 2 മണിയൊക്കെ ആയി. അപ്പോൾ അന്ന് ഞാൻ മനോജ് ഗിന്നസിന്റെ ട്രൂപ്പിലാണ്, മനോജേട്ടൻ്റെ ട്രൂപ്പിൽ കളിക്കുക. അപ്പോൾ വന്ന വഴിക്ക് മനോജേട്ടനും കുറെ പ്രേതകഥ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് വണ്ടിയുടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ട്രൂപ്പിന്റെ വണ്ടിയാണ്. അത് ലാസ്റ്റ് വൈറ്റില വരെ ഉള്ളൂ. വൈറ്റിലെ പേയാമ്പാർക്കിലാണ് എൻ്റെ കാർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് പോകണം. പക്ഷെ വൈറ്റിലെ ജംഗ്ഷനിൽ ഈ വണ്ടി നിർത്തുന്നതും പേയാമ്പാർക്കും തമ്മിലൊരു 200-250 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ദിവ്യ ഉണ്ണിയുടെ ഫാദർ നടത്തുന്ന പേയാമ്പാർക്കാണ് ബെസ്റ്റ്. അപ്പോൾ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിരിക്കുക. പിറ്റേ ദിവസം ഹർത്താലായതുകൊണ്ട് വൈറ്റിലെ ജംഗ്ഷൻ വിജനമാണ്. ഒരു സോഡിയം വേപ്പർ ലാമ്പ് അല്ലാണ്ട് ആ വൈറ്റിലെ ജംഗ്ഷനിൽ ഒന്നുമില്ല. ചെറിയ മഴയും പെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഇറങ്ങി. ഇപ്പം ഈ പ്രേതകഥ കേട്ട എൻ്റെ പേടിയുണ്ട്. ഞാനിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ സത്യസന്ധമായിട്ട് ഞാൻ പറയുക, ഈ പേയാമ്പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള പോസ്റ്റിൽ ഒരു ശുഭ്ര വസ്ത്രം ധരിച്ചൊരു പെണ്ണിങ്ങനെ ചാരി നിൽക്കുകയാണ്. ചാരി ചിരിച്ചോണ്ട് നിൽക്കണം. ചിരിച്ചോണ്ട് നിൽക്കുക മാത്രമല്ല, എന്നെ കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുന്നു. ഒരു വശപ്പശകുള്ളൊരാണ്. എനിക്കൊരു പേടി അങ്ങോട്ട് ഉള്ളിൽ നിന്ന് കയറിയിട്ട് ഒരു രക്ഷയില്ല. എന്ത് ചെയ്യുമെന്നറിയില്ല. ഞാൻ കുറേ നേരം അവിടെ നിന്നു. ഈ പെണ്ണ് ഇങ്ങനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആടിക്കൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരം നോക്കി നിന്നു. നടന്ന് വണ്ടി എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചെന്നിട്ട് ഞാൻ ഈ പേയാമ്പാർക്കിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ബാഗ് ഊരിയിട്ട് ഇതിൻ്റെ ഗേറ്റിലേക്ക് ഈ ബാഗ് കൊണ്ട് അടിച്ചിട്ട് ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് ഒരുപാട് വിളിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ഒരു കെയർ ടേക്കർ ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഇറങ്ങി വന്നു. എന്താ പ്രശാന്ത് എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ശബ്ദം വന്നില്ല. ഞാൻ പറഞ്ഞ് ഇങ്ങനെ കണ്ണോട് ആ പുള്ളി അങ്ങോട്ട് നോക്കിയിട്ട് എന്ത്? ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ പെണ്ണ് നിൽക്കണം. പുള്ളി നോക്കിയിട്ട് അത് നമ്മുടെ സിന്ധു ജോയി അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു സിന്ധു ജോയി എന്തിനാ പാതിരായിട്ട് നിൽക്കണം? എടോ എലക്ഷൻ എടുത്തിരിക്കുവായിരുന്നു. അപ്പം സിന്ധു ജോയിയുടെ ഫ്ലക്സ് കട്ടൗട്ടിൽ വെട്ടിയിട്ട് ഒരു കമ്പിയിട്ട് പോസ്റ്റായിട്ട് കെട്ടിയേക്കുക. കാറ്റ് വരുമ്പോ ഈ സാധനം എങ്ങനെയാണ് രാത്രി ലൈറ്റും അതും വെള്ള ഡ്രസ്സ്. അപ്പൊ ഞാൻ വിചാരിച്ച് യക്ഷികൾ സാറിന് വെള്ള സാരിയാണല്ലോ. ഇനിയിപ്പോ മോഡേൺ യക്ഷി ആയതുകൊണ്ട് വെള്ള ഫ്രോക്ക് ഇട്ടതാണോ എന്നറിയില്ല. ശരിക്കും റിയൽ ആയിട്ട് ഒരാളുടെ അതേ വലിപ്പത്തിലാണ് ഈ ഫ്ലക്സ് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു കമ്പിയിട്ടാ കെട്ടിയേക്കണത്. അത് ഈ കാറ്റ് വരുമ്പോ എന്നിട്ട് എന്താവാൻ മുള്ളി വെറുതെ മൂത്രം ഒഴിച്ചില്ല. മുള്ളില്ല. പിന്നെ ഈ ചാർലി ചാപ്ലിൻ പറയുമല്ലോ, മഴയത്ത് നടക്കാനാണ് ഇഷ്ടം. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ കരയുന്നത് ആർക്കും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മഴയുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മുള്ളിയത് ആരും അറിഞ്ഞില്ല. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് എല്ലാവർക്കും അനുഭവ കഥകളുണ്ട് ഇതുപോലെ. കാരണം ഈ രാത്രിയിലുള്ള ഈ എസ്പെഷ്യലി നമ്മൾ കലാകാരന്മാരുണ്ടല്ലോ, പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പല സ്ഥലത്തും നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരുപാടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇങ്ങനെ പേടിക്കാനും അതുപോലെ തന്നെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതെ തീർച്ചയായിട്ടും.